ഓക്കെ, ഇനി മൊഡ്യൂൾ 2 നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രിങ്സ്. നിങ്ങൾക്കറിയാം സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ അറേ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ? ഇറ്റ്സ് സിംപ്ലി എൻ അറേ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ സ്ട്രിങ്ങിന് സാധാരണഗതിക്ക് നമ്മൾ അറേയ്സും ബാക്കിയുള്ള സ്ട്രക്ചേഴ്സിനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് എല്ലാ ലാംഗ്വേജിനും കൊടുക്കുന്നത്. പക്ഷേ ചില ലാംഗ്വേജിന് സ്ട്രിങ്ങിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പെർഫോം ചെയ്യുന്നുണ്ട് ആക്ടിവിറ്റീസ്. അതിന് എക്സാമ്പിളാണ് സ്നോബോൾ. അതായത് നമ്മൾ കോമ്പോസിറ്റ് ടൈപ്സ് ആണ് പഠിക്കുന്നത്. അറേയ്സ് പഠിച്ചു, റെക്കോർഡ്സ് പഠിച്ചു, ഇനി വരുന്നതാണ് സ്ട്രിങ്. ഇപ്പോൾ സ്നോബോൾ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, സ്ട്രിങ് ഓറിയൻറ്റഡ് ആൻഡ് സിംബോളിക് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെയുള്ളതാണ് ഐക്കൺ. സോ സ്ട്രിങ്ങിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രിങ്ങിന് കുറച്ചുകൂടെ ഓപ്പറേഷൻസും കൺസ്ട്രക്ട്സും ഒക്കെ ആഡീഷണലായിട്ട് ആഡ് ചെയ്യുന്ന ലാംഗ്വേജ്. ഓക്കെ, ഐക്കണിനെ എടുത്ത് പറയുവാണെങ്കിൽ എന്തൊക്കെയുണ്ട് അതിനകത്ത്? കുറേ ബിൽറ്റ് ഇൻ സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. ദെൻ ഓൾസോ ദർ ഇസ് ഫെസിലിറ്റീസ് ഫോർ പാറ്റേൺ മാച്ചിങ്. അപ്പോൾ ഐക്കണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പാറ്റേൺ മാച്ചിങ് ബേസ്ഡ് ഓൺ റെഗുലർ എക്സ്പ്രഷൻ. അതുപോലെ ബാക്ക് ട്രാക്കിംഗ് സെർച്ച്. അപ്പോൾ പേളും പൈത്തണും റൂബിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ലാംഗ്വേജാണ്. പക്ഷേ അവിടെ എന്തില്ല? ബാക്ക് ട്രാക്കിംഗ് സെർച്ച് ഇല്ല. സോ സ്ട്രിങ്ങിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ സ്ട്രിങ് ഈസ് സിംപ്ലി ആൻ അറേ ഓഫ് ക്യാരക്ടേഴ്സ്. ദെൻ സ്ട്രിങ്ങിന് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്ന ലാംഗ്വേജിന് എക്സാമ്പിളാണ് സ്നോബോൾ, ഐക്കൺ, പേൾ, പൈത്തൺ, റൂബി. സോ എന്താണ് സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ എന്ത് അഡീഷണൽ ഫീച്ചേഴ്സാണ്? അതിന് ആൻസറാണ് എന്ത്? പാറ്റേൺ മാച്ചിങ്, ബാക്ക് ട്രാക്കിംഗ്. ഒക്കെ ട്രഡീഷണൽ ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ലിറ്ററൽ ക്യാരക്ടേഴ്സും സ്ട്രിങ്സും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പം കുറച്ചുകൂടെ മുന്നോട്ട് പോയി, അതായത് അഡ, പാസ്കൽ അതുപോലെയുള്ള ലാംഗ്വേജ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് സിയിലൊക്കെ ആകുമ്പം ശരിക്കും ലിറ്ററൽ ക്യാരക്ടേഴ്സും ലിറ്ററൽ സ്ട്രിങ്സും വേറെ വേറെയാണ്. രണ്ടും രണ്ട് കാറ്റഗറി ആയിട്ടാണ് വെച്ചേക്കുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ നമ്മൾ സിൻടാക്സും വേറെയാണ് കൊടുക്കുന്നത്. അതായത് ലിറ്ററൽ ക്യാരക്ടേഴ്സ് ആണ്, വെറുതെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡീലിമിറ്റഡ് വിത്ത് സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിലായിരിക്കും എഴുതുന്നത്. അതല്ല, സ്ട്രിങ്സ് ആണെങ്കിൽ അതിനെ ഡീലിമിറ്റ് ചെയ്യുന്ന ഡബിൾ കോഡ്സ് ആയിരിക്കും. അപ്പോൾ ട്രഡീഷണൽ ലാംഗ്വേജ് എടുത്ത് കഴിയുമ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കാറ്റഗറി ഇല്ല. ഓൾ ആർ ലിറ്ററൽ ക്യാരക്ടേഴ്സ്. പിന്നെ കുറച്ച് ഡെവലപ്ഡ് ആയപ്പോഴാണ് ഓക്കെ സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു വേറെ കാറ്റഗറി തന്നെ വന്നത്. ദെൻ കണ്ടോ, പാസ്കലാണ് ഡിസ്റ്റിങ്ഷൻ, അതായത് സ്ട്രിങ്ങും ലിറ്ററൽ ക്യാരക്ടേഴ്സും തമ്മിൽ ഡിസ്റ്റിങ്ഷൻ ഇല്ലാത്തതിനൊരു എക്സാമ്പിൾ ഏർലിയർ ലാംഗ്വേജ്. അതുപോലെ സ്ട്രിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നൊരു ടേമാണ് എസ്കേപ്പ് സീക്വൻസസ്. ഓക്കെ, ദെൻ ദീസ് എസ്കേപ്പ് സീക്വൻസസ് അലൗ non-printing characters and quote marks to appear inside of strings. സോ ഈ എസ്കേപ്പ് സീക്വൻസ് ഉപയോഗിച്ച് നമുക്ക് പ്രിൻറ്റ്, അതായത് പ്രിൻറ്റ് ചെയ്യുക ക്യാരക്ടേഴ്സ് അല്ലാത്ത ഘടത്തിൽ വരുന്ന സാധനങ്ങളുണ്ട്, കോഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. അതൊക്കെ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്റ്റാണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉണ്ട്, സ്ട്രിങ് ഉള്ള എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അതുമായിട്ട് അസോസിയേറ്റ് വരുന്ന സാധനമാണ് എസ്കേപ്പ് സീക്വൻസസ്. സോ ഇത്രയും നേരം പറഞ്ഞത് വാട്ട് ഈസ് സ്ട്രിങ്, ദെൻ സ്ട്രിങ് സ്പെഷ്യൽ റോളായി സ്ട്രിങ്ങിന് സ്പെഷ്യൽ റോൾ കൊടുക്കുന്ന ലാംഗ്വേജിന് എക്സാമ്പിൾ. ദെൻ ഓക്കെ, റോൾ ഓഫ് സ്ട്രിങ്സ് ഇൻ മോർ ട്രഡീഷണൽ ലാംഗ്വേജസ് സ്ട്രിങ് എങ്ങനെയായിരുന്നു കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ, അതായത് C++, ജാവ പോലെയുള്ള പവർഫുൾ മോഡേൺ ലാംഗ്വേജ് വന്നപ്പോൾ എന്താ വ്യത്യാസം വന്നത്? എന്താണ് എസ്കേപ്പ് സീക്വൻസ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് എസ്കേപ്പ് സീക്വൻസസ് ഇൻ സ്ട്രിങ്? ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി പറയുന്നത് എന്താണ്? സെവറൽ ലാംഗ്വേജസ് ദാറ്റ് ഡു നോട്ട് ഇൻ ജനറൽ അലോ അറേസ് ടു ചേഞ്ച് സൈസ് ഡൈനാമിക്കലി ഡു പ്രൊവൈഡ് ദിസ് ഫ്ലെക്സിബിലിറ്റി ഫോർ സ്ട്രിങ്. അപ്പോൾ ആ ടേം ആ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എല്ലാ ലാംഗ്വേജും അറേയുടെ കേസ് നിങ്ങൾക്കറിയാം, ഒരിക്കലും അറേയുടെ സൈസ് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരു ഫിക്സഡ് സൈസ് ആയിരിക്കും, അത് വെച്ചാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ സ്ട്രിങ്ങിൻ്റെ കേസിൽ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി, ദാറ്റ് ഈസ് ടു ചേഞ്ച് സൈസ് ഡൈനാമിക്കലി, ആ ഫ്ലെക്സിബിലിറ്റി സ്ട്രിങ്ങിൻ്റെ കേസിൽ ചില ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി ഒരു കമ്പാരിസണിലോട്ടാണ് പോകുന്നത്, അറേ ആൻഡ് സ്ട്രിങ് കമ്പാരിസൺ. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഫീച്ചേഴ്സ്, ഫസ്റ്റ് വൺ ഈ വേരിയബിൾ ലെങ്ത് സ്ട്രിങ്ങിൻ്റെ മാനിപ്പുലേഷനാണ് ഇപ്പോൾ വരുന്ന ഒരുപാട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഒത്തിരി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത് ഉപയോഗിക്കാം. സെക്കൻഡ് വരുന്നത്, സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു 1 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. ആസ് യു നോ, ഓക്കെ, ഇറ്റ് ഈസ് 1 ഡയമെൻഷണൽ. അതായത് വേറെ ഒന്നിലോട്ടും, അതായത് ഇതിനകത്ത് റെഫറൻസസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഇറ്റ് നെവർ കണ്ടെയ്ൻ റെഫറൻസസ് ടു എനിത്തിങ് എൽസ് മേക്സ് ഡൈനാമിക് സൈസ് സ്ട്രിങ്സ്. അതായത് ഇപ്പം
ഒന്നാമത്തെ സ്ട്രിങ്ങിനെ നമുക്ക് ഡൈനാമിക്കലി റീസൈസ് ചെയ്യാം, അതൊന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു ഈ വേരിയബിൾ ലെങ്ത് സ്ട്രിങ്സ് വെച്ചുള്ള മാനിപ്പുലേഷൻ ഒരുപാട് ആപ്ലിക്കേഷനകത്ത് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്ട്രിങ് വൺ ഡയമെൻഷനിലാണ്, അതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ, അതായത് വേറൊരു സ്ട്രക്ചറിലോട്ട് റെഫറൻസ് അങ്ങനെയുള്ളൊന്നും കാണില്ല. സ്ട്രിങ് ഈസ് സിംപ്ലി എ സ്ട്രിങ് വിത്ത് സം ഇൻക്ലൂഡഡ് സം എസ്കേപ്പ് സീക്വൻസസ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡൈനാമിക് സൈസിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എളുപ്പമാണ്. അപ്പോൾ ഈ രണ്ട് ഫീച്ചേഴ്സാണ് അറയിൽ നിന്ന് സ്ട്രിങ്ങിനെ ഒരുപാട് എന്താ പറയുക വ്യത്യസ്തമായിട്ട് നിർത്തുക. ഓക്കെ, ഇനി ഈ സ്ട്രിങ് വാല്യൂഡ് വേരിയബിളിൻ്റെ ചില ലാംഗ്വേജിൽ പറയും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് വാല്യൂഡ് വേരിയബിൾ വി ബൗണ്ട് നോട്ട് ലേറ്റർ ദാൻ എലാബറേഷൻ ടൈം. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞാൽ അതായത് എലാബറേഷൻ ടൈമിൽ മാത്രം നമുക്ക് സൈസ് തിരിച്ചറിയാൻ പറ്റുന്ന സ്ട്രിങ് അങ്ങനെ നിർബന്ധം പിടിക്കുന്ന ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കേസിൽ നമുക്ക് കറസ്പോണ്ടിങ് സ്ട്രിങ് വേരിയബിളിനെ കണ്ടിന്യൂസ് അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ട് കറണ്ട് സ്റ്റാക്ക് ഫ്രെയിമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞത് ഓക്കെ, സ്ട്രിങ്ങിൻ്റെ സൈസ് ഡൈനാമിക്കലി വേരി ചെയ്യുക. അപ്പോൾ ഒരു ലാംഗ്വേജ് നിർബന്ധം പിടിക്കുകയാണ് ഓക്കെ ഇതിൻ്റെ ഒരു സൈസ് ഉള്ളി ഇലാബറേഷൻ ടൈം ഒരു റൺ ടൈമിൽ മാത്രം അറിഞ്ഞാൽ മതി ഓർ നോൺ ആയാൽ മതി. സോ ആ കേസിൽ ഈ ഒരു സ്ട്രിങ് വേരിയബിളിനെ നമ്മൾ കണ്ടിന്യൂസ് അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ട് കറണ്ട് സ്റ്റാക്ക് ഫ്രെയിമിൽ, അതായത് സ്ട്രിങ്ങിനെ നമുക്ക് അറേ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഇതുപോലെ സ്പെഷ്യൽ കേസസ് ഓർ സിറ്റുവേഷൻസ് വരുമ്പോൾ. ഓക്കെ, ദെൻ ഈ ആ ഒരു ഇപ്പം മോളി പറഞ്ഞ ആ കേസിൽ അതായത് ഇൻ ഓൾ ദീസ് ലാംഗ്വേജസ് എ സ്ട്രിങ് വേരിയബിൾ ഈസ് എ റെഫറൻസ് ടു എ സ്ട്രിങ്. അപ്പോൾ സ്ട്രിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ജസ്റ്റ് എ റെഫറൻസ് ടു എ സ്ട്രിങ്. സോ മനസ്സിലാക്കേണ്ട കാര്യം we can manipulate string size or it is dynamically varying and ഈ വേരിയബിൾ ലെങ്ത് സ്ട്രിങ്സ് ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇനി ഇതുപോലെ ഡൈനാമിക് റീസൈസ് ചെയ്യാൻ സ്ട്രിങ് എളുപ്പമാണ്. സ്ട്രിങ്ങിൻ്റെ കേസിൽ എളുപ്പമാണ്, അറിയുന്നതിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. സ്ട്രിങ്ങിൻ്റെ കേസിൽ ഒത്തിരി എളുപ്പമാണ് ബിക്കോസ് ഇറ്റ് ഈസ് വൺ ഡയമെൻഷണൽ ആൻഡ് ഇറ്റ് ഡസൻറ്റ് കണ്ടെയ്ൻ അഡീഷണൽ കോംപ്ലിക്കേറ്റഡ് ഇൻഫോർമേഷൻസ്. ഓക്കെ, പിന്നെ പറയേണ്ട കാര്യം ചില ലാംഗ്വേജിൽ ലാബറേഷൻ ടൈമിൽ മാത്രമാണ് സ്ട്രിങ്ങിൻ്റെ ഒരു ഔട്ട്പുട്ട് ഒരു സൈസ് അറിയാൻ പറ്റുന്നുള്ളൂ എന്ന് നിർബന്ധം പറഞ്ഞാൽ ആ ഒരു കേസിൽ മാത്രം സ്ട്രിങ് വേരിയബിളിനെ നമുക്ക് കണ്ടിന്യൂസ് അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ട് കറണ്ട് സ്റ്റാക്ക് ഫ്രെയിമിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആ കേസിൽ സ്ട്രിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രമായിരിക്കും സ്ട്രിങ്ങിലോട്ടുള്ളത്. ഓക്കെ, then assigning a new value to such a variable makes it refer to a different. അപ്പോൾ അതിനെ വേറൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ എൻ്റയർ ഡിഫറെൻറ്റ് തിങ്. അതുപോലെ നമുക്ക് കോൺകാറ്റിനേഷൻ ഒക്കെ ഉണ്ട് അല്ലേ, സ്ട്രിങ് റിലേറ്റഡ് ഓപ്പറേഷനാണ്. നിങ്ങൾക്കറിയാം രണ്ട് സ്ട്രിങ് കോൺകാറ്റിനേറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വേറൊരു സ്ട്രിങ് കിട്ടുന്നു. ആ കോൺകാറ്റിനേഷനൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഇംപ്ലിസിറ്റ്ലി ക്രിയേറ്റിംഗ് ന്യൂ ഒബ്ജക്ട്സ്. ഓക്കെ, സ്ട്രിങ് മാനിപ്പുലേഷൻ, റോൾ ഓഫ് സ്ട്രിങ് ഇസ് ട്രഡീഷണൽ ലാംഗ്വേജ്. Then what is escape sequence? Then string can be dynamically resized. Then features, then elaboration time size arena case just a reference string variable is just a reference to the string and we can assign that reference to another variable. In that case we are creating an entirely new object. അപ്പോൾ object creation അതുപോലെ concatenation അതുപോലെ string related operations കഴിയുമ്പോൾ പുതിയൊരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, then the space used by the objects that are no longer reachable, അതായത് ഇതുപോലെ ക്രിയേറ്റഡ് ആകുന്ന ഒബ്ജക്ട്സിൻ്റെ സ്പേസ് നമ്മൾ റീക്ലെയിം ചെയ്യണം, ഓട്ടോമാറ്റിക്കലി റീക്ലെയിം ചെയ്യണം, എന്നാലാണ് ശരിയാവുള്ളൂ. ഓക്കെ, സോ സ്ട്രിങ്ങിനെ പറ്റി പറയണ ഇതാണ്. കമ്പാരറ്റീവ് ടു അറേ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി മച്ച് യൂസ്ഫുൾ. പിന്നെ സ്ട്രിങ്ങിൻ്റെ കുറച്ച് ജനറൽ ക്യാരക്ടേഴ്സ്, ദെൻ ഐക്കൺ, ദെൻ പേൾ, ആ കുറേ ടേംസ് അത്രയും മാത്രമാണ് സ്ട്രിങ്ങിൽ നമ്മൾ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞു കേട്ടോ, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അത്രയും പോർഷനേ ഉള്ളൂ. ഓക്കെ, ദെൻ വരുന്നതാണ് സെറ്റ്സ്. സെറ്റ് നെക്സ്റ്റ് കോമ്പോസിറ്റ് ടൈപ്പാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ആൻ ആർബിട്രറി നമ്പർ ഓഫ് ഡിസ്റ്റിങ് വാല്യൂസ് ഓഫ് എ കോമൺ ടൈപ്പ്. യു ഓൾ നോ സെറ്റ്, നിങ്ങൾ മാത്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് തന്നെയാണ് സെറ്റ്. ഓക്കെ, അൺഓർഡേർഡ് കളക്ഷനാണ് അല്ലേ. എനി നമ്പർ സെറ്റ് ആവാം, പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആയിരിക്കും ഓഫ് എ കോമൺ ടൈപ്പ്. ഓക്കെ, സെറ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്ന പാസ്കലിലാണ്. ഇപ്പം റീസെൻ്റ് ആയിട്ട് വരുന്ന എല്ലാ ലാംഗ്വേജിലും അത് കാണപ്പെടുന്നുണ്ട്. Then the type from which the elements of a set are drawn is known as base or universe type. So സെറ്റിൻ്റെ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആക്ച്വലി മൊഡ്യൂൾ 2 ഡേറ്റ ടൈപ്പ് അത് നിങ്ങൾക്ക് അറിയാം. സോ സെറ്റ് ബേസ് ഓർ കോമ്പോസിറ്റ് ടൈപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെറ്റിൻ്റെ ജനറൽ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓഫ് ബേസ് ഓർ യൂണിവേഴ്സ് ടൈപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബേസ് ടൈപ്പിലാണ് സെറ്റിൻ്റെ എല്ലാ എലമെൻറ്റ്സും ബേസ് ടൈപ്പിലേ ആയിരിക്കും അല്ലെങ്കിൽ യൂണിവേഴ്സ് ടൈപ്പിലേ ആയിരിക്കും എന്ന് പറയുന്നത് വഴി നമ്മൾ എന്നാണ് ഇൻഡയറക്ട്ലി സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, വി ആർ ക്രിയേറ്റിംഗ് ഓർ we are specifying a highly optimized method for checking whether a specific element is contained in the set.
അപ്പോൾ ഒരു എലമെൻ്റ് ഒരു സെറ്റിലെ എലമെൻ്റ് ആണോ എന്നറിയാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്, അതിൻ്റെ ടൈപ്പ്, വെദർ ഇറ്റ് ഈസ് ഓഫ് എ ബേസ് ടൈപ്പ് എന്ന് നോക്കിയാൽ മതി. ഓർ ബേസ് സെറ്റിൻ്റെ ടൈപ്പ് പോലെയാണ് ഈ ഒരു കറസ്പോണ്ടിങ് എലമെൻ്റ് ടൈപ്പ്. എന്നാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം, ആ എലമെൻ്റ് ആ കറസ്പോണ്ടിങ് സെറ്റിൻ്റെ മെമ്പറാണ്. സോ അത് മനസ്സിലാവുന്നുണ്ട്. ഈ സെറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സാധാരണ ഇപ്പോൾ പാസ്കലിലാണല്ലോ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ജനറലി ഈ സെറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അറേസും ഹാഷ് ടേബിൾസും ട്രീസും ഒക്കെ ആയിട്ടാണ്. സോ ഈ സ്ട്രക്ചേഴ്സ് വെച്ചാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സെറ്റ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ സെറ്റ് എന്താണ്, ഇറ്റ് ഈസ് ആൻ അൺഓർഡേഡ് കളക്ഷൻ ഓഫ് ആൻ ആർബിട്രറി നമ്പർ ഓഫ് ഡിസ്റ്റിങ് വാല്യൂസ് ഓഫ് എ കോമൺ ടൈപ്പ്. അപ്പോൾ സെറ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് ലാംഗ്വേജിലാണ്, പാസ്കലിൽ. ഓക്കെ, ദെൻ വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് ദ സെറ്റ്, ഇറ്റ് ഈസ് ഓഫ് ബേസ് ഓർ യൂണിവേഴ്സ് ടൈപ്പ്. ആൻഡ് ദിസ് ടൈപ്പ്, ദിസ് റെഫറൻസ് ഓഫ് ടൈപ്പ് വഴി നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ഹൈലി ഒപ്റ്റിമൈസ്ഡ് മെത്തേഡ് ഫോർ ചെക്കിംഗ് വെദർ എ സ്പെസിഫിക് എലമെൻറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ സെറ്റ് ഓർ നോട്ട്. ഓക്കെ, ദെൻ പറയുന്നത് സെറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അറേസും ഹാഷ് ടേബിൾസും അല്ലെങ്കിൽ ട്രീസും, വേരിയസ് ഫോംസ് ഓഫ് ട്രീസും. ഓക്കെ, ദെൻ ഇപ്പോൾ പാസ്കലിലാണല്ലോ ഇത് ആദ്യമായിട്ട് വരുന്നത്. സോ പാസ്കലിൻ്റെ ഒരു സെറ്റിനെ പറ്റി, പാസ്കലിൻ്റെ ഉള്ളിലെ സെറ്റ്, അതിനെപ്പറ്റി ഒരു ജനറൽ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത്. സോ പാസ്കൽ എന്ന് പറയുന്ന ലാംഗ്വേജ് എനി ഡിസ്ക്രീറ്റ് ടൈപ്പിലെ സെറ്റും അത് സപ്പോർട്ട് ചെയ്യും. ദെൻ മെയിൻ ഓപ്പറേഷൻസ് സെറ്റിൽ അലൗ ചെയ്യുന്ന, പാസ്കലിൽ സെറ്റിൽ പോസിബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, അങ്ങനെ 3 എണ്ണമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാഡ് എ കോമ ബി കോമ സി ദെൻ സെറ്റ് ഓഫ് ക്യാരറ്റ് കൊടുത്തേക്കുന്നത്, ഇറ്റ് ഈസ് എ വേ ഓഫ് ഡിക്ലെയറിങ് വാട്ട് സെറ്റ് ഇൻ പാസ്കൽ. അപ്പോൾ ഈ 2 ലൈൻ, അതായത് ഡി ഇ ദെൻ കോളൻ സെറ്റ് ഓഫ് വീക്ക് ഡേ, ആക്ച്വലി ദിസ് ദ ഡിക്ലറേഷൻ ഓഫ് ദ സെറ്റ്. ഇങ്ങനെയാണ് സെറ്റ് പാസ്കലിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് കണ്ടെയ്നിങ് എലമെൻറ്റ്സ് എ ബി സി. സെക്കൻഡ് സെറ്റ് ഈസ് എ സെറ്റ് ഓഫ് വീക്ക് ഡേ കണ്ടെയ്നിങ് ക്യാരക്ടേഴ്സ് ഡി ഇ, എലമെൻറ്റ്സ് ഡി ഇ. ഓക്കെ, ഇങ്ങനെയാണ് സെറ്റ് എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യൂണിയൻ, what is intersection and what is difference. Okay, union you know. Okay, A is equal to B plus C, where A, B, C are sets. അപ്പോൾ 3 എണ്ണം സെറ്റാണെന്ന് കൺസിഡർ ചെയ്താൽ യൂണിയൻ എന്തായിരിക്കും, യൂണിയൻ സെറ്റ് A is equal to X, where X is in B or X is in C. ബിയിലും സിയിലും കോമൺ ആയിട്ട് വരുന്നത്, അത് യൂണിയനും ഇൻ്റർസെക്ഷനും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ദെൻ ഡിഫറൻസ് മാത്രം, ദെൻ എക്സ് ഇസ് ഇൻ ബി ആൻഡ് നോട്ട് ഇൻ സി. അപ്പോൾ ആൻഡ് ചെയ്തിട്ട് നോട്ട് ചെയ്താൽ മതി. ബിയും സിയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുക, ദെൻ അതിനെ നോട്ട് ചെയ്യുക, അതാണ് ഡിഫറൻസ്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സെറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സെറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ ക്യാരക്ടറിസ്റ്റിക് അറേസും ഹാഷ് ടേബിൾസും ട്രീസും ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് അറേ ആയിട്ട്, അതായത് പാസ്കലിലും അതുപോലെ ഏർലിയർ ലാംഗ്വേജിലും ക്യാരക്ടറിസ്റ്റിക് അറേ ആയിട്ടാണ് സെറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദാറ്റ്, അതാണ് അങ്ങോട്ടാണ് പോകുന്നത്. ദെൻ ആദ്യം ഡിക്ലറേഷൻ, ദെൻ ഓപ്പറേഷൻ, ദെൻ ഫൈനലി ഇംപ്ലിമെൻറ്റേഷൻ. വാട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് അറേ, ആക്ച്വലി ഒരു ബിറ്റ് വെക്ടർ ആണ്. ഇറ്റ് ഈസ് എ ബിറ്റ് വെക്ടർ ഹൂസ് ലെങ്ത് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ് വാല്യൂസ് ഓഫ് ദ ബേസ് ടൈപ്പ്. അതായത് സെറ്റിൻ്റെ ബേസ് സെറ്റിൽ എത്ര നമ്പേഴ്സ് ഉണ്ടോ അതായിരിക്കും ആ ബിറ്റ് വെക്ടറിൻ്റെ സൈസ് ഓർ ലെങ്ത്. ഓക്കെ, ആൻഡ് ബിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബിറ്റ്സേ ഉള്ളൂ, 0യും 1ഉം മാത്രമേ ഉള്ള ഒരു വെക്ടറാണ്. ഓക്കെ, ദെൻ അതിനകത്ത് ഒരു 1, ഒരു കേത്ത് പൊസിഷനിൽ വി ആർ കൺസിഡർ ഒരു 1 ആണ് നമുക്ക് കിട്ടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഓക്കെ ആ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെൻറ്റ്, കേത്ത് എലമെൻറ്റ്, അതായത് കേത്ത് പൊസിഷൻ, ബിറ്റ് വെക്ടറിൻ്റെ കേത്ത് പൊസിഷനിലും 1 ആണെങ്കിൽ കേത്ത് എലമെൻറ്റ്, അതായത് ആ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെൻറ്റ് എന്തെന്നാ പറയുന്നത്, എലമെൻറ്റ് ഓഫ് ബേസ് ടൈപ്പ് ഈസ് എ മെമ്പർ ഓഫ് ദ സെറ്റ്. ഓക്കെ, ആക്ച്വലി ബേസ് ടൈപ്പ് പോലെ ബിറ്റ് വെക്ടർ ഇരിക്കും. ആ ബിറ്റ് വെക്ടറിൻ്റെ ഒരു പൊസിഷനിൽ ഒരു 1 പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെൻറ്റ്, കറസ്പോണ്ടിങ് പൊസിഷൻ നമ്പർ ഉള്ള എലമെൻറ്റ് എവിടുത്തെ മെമ്പർ ആയിരിക്കും, സെറ്റിലെ എലമെൻ്റ് ആയിരിക്കും. 0 ഇൻഡിക്കേറ്റ്സ് നോട്ട് എ മെമ്പർ. Okay, not a member. Okay, bit vector 0s and 1s, 1 indicate that kth position or the element corresponding to that kth position is in set. Okay, characteristic array ആയിട്ട്. ഇനി ഏതൊക്കെ ഓപ്പറേഷൻസ് പറ്റും ഞാൻ പറഞ്ഞു, ബിറ്റ് വൈസ്, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, ദെൻ ഓർഡർ അല്ലേ, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്. അപ്പോൾ ബിറ്റ് വെക്ടർ സെറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ദേ ആർ യൂസിങ് ഫാസ്റ്റ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. ദെൻ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണെന്ന് വെച്ചാൽ ബിറ്റ് വൈസ്, യൂണിയൻ ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഞാൻ പറഞ്ഞില്ലേ, ബിറ്റ് വൈസ് നോട്ട് വിച്ച് ഈസ് ഫോളോഡ് ബൈ എ ബിറ്റ് വൈസ് ആൻഡ്. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ബി മൈനസ് സി ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ബിയും സിയും കൂടെ നിങ്ങൾ ഇൻ്റർസെക്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ നോട്ട് എടുക്കുക, അതായത് കോംപ്ലിമെൻ്റ് എടുക്കുക. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു പ്രശ്നം പറയുന്നത് ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് സ്പേസ്. ഓക്കെ, ദെൻ ഈ സെറ്റ്സ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ലാംഗ്വേജ് ഐക്കണിനകത്ത് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്.
കാരണം ഐക്കൺ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? സി സെറ്റ് മീൻസ് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. ഐക്കണിലാണ് സി സെറ്റ് ഉള്ളത്. ആ ടേം ഓർത്തിരിക്കണം, സി സെറ്റ്. ദെൻ പൈത്തൺ ഏത് ടൈപ്പ് ഓഫ് സെറ്റും ആക്സെപ്റ്റബിൾ ആണ്. അടയ്ക്കകത്ത് ആക്ച്വലി ഇല്ല, സെറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല. പക്ഷേ അതിന് പകരം ദർ ഇസ് എ ജനറിക് ഫെസിലിറ്റി ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡിഫൈൻ എ സെറ്റ് പാക്കേജ്. ആക്ച്വലി സെറ്റ് ഇല്ല, പക്ഷേ സെറ്റ് പോലെ നമുക്കൊരു ജനറിക് ഫെസിലിറ്റി ഉണ്ട്. സെറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ മോഡ്യൂൾ ഓർ കമ്പാരബിൾ ടു എ മോഡ്യൂൾ ഇൻ അഡ. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു സെറ്റും പിന്നെന്താണ് സ്ട്രിങ്ങും. 2 ടോപ്പിക്, സെറ്റ്സ്, സ്ട്രിങ്. കോമ്പോസിറ്റ് ടൈപ്സ് ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു, റെക്കോർഡ്, ദെൻ അറേസ്, ദെൻ സ്ട്രിങ്. ഇനിയിപ്പോൾ സെറ്റ് കണ്ടു. ദെൻ വരുന്നത് പോയിൻറ്റേഴ്സ് ആൻഡ് റിക്കർസീവ് ടൈപ്സ്. ഓക്കെ, വാട്ട് ഈസ് എ റിക്കർസീവ് ഡേറ്റ ടൈപ്പ്? എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ വൺ ഹൂസ് ഒബ്ജക്റ്റ് മേ കണ്ടെയ്ൻ 1 or more references to the other objects of the same type. ഓക്കെ, ഒബ്ജക്ട്സ്. ഫോർ എക്സാമ്പിൾ ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ലിസ്റ്റിലെ ഒരു നോഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ നോഡിൻ്റെ ഡേറ്റയും കാണും, പിന്നെ എന്താ കാണുക? ഒരു പോയിൻ്റർ കാണും. എങ്ങോട്ടുള്ള? തൊട്ടടുത്ത അല്ലെ നെക്സ്റ്റ് ഫീൽഡിലോട്ടുള്ള അഡ്രസ്സും കാണും. സോ ആക്ച്വലി ആ നോഡിലെ, അതായത് ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിലെ ഒരു നോഡ് അതുപോലത്തെ അതുപോലെ ആ നോഡിനെ പോലത്തെ തന്നെ വേറൊരു നോഡ്, സിമിലർ ആയിട്ടുള്ള നോഡിലോട്ട് പോയിന്റ് ചെയ്യുന്നു. സോ അങ്ങനെ വരുന്ന സാധനങ്ങളെ, അങ്ങനെ വരുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ റിക്കർസീവ് ടൈപ്പ് എന്ന് പറയുന്നത്, റിക്കർസീവ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദീസ്? അതായത് കണ്ടോ, ലിങ്ക്ഡ് ഡേറ്റ സ്ട്രക്ചേഴ്സും ലിസ്റ്റും ട്രീയും അതൊക്കെ ബിൽഡപ്പ് ചെയ്യാനാണ് നമ്മൾ റിക്കർസീവ് ഡേറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ പറയുന്നു ജനറലി റിക്കർസീവ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും റെക്കോർഡ്സ് ആയിരിക്കും. ബിക്കോസ് എല്ലാ ടൈപ്സിലും എന്താ ഉണ്ടാവുക? Since they need to contain something in addition to reference implying the existence of heterogeneous fields ആണ് എല്ലായിടത്തും. കാരണം ഒരു നോഡ്, ഇപ്പോൾ ലിസ്റ്റിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഒരു നോഡിലെ ഡേറ്റ അല്ല അടുത്ത നോഡിലെ, പക്ഷേ ഈ പറഞ്ഞോണം ദേ ഹാവ് എ കോമൺ ഓർ ജനറൽ ഫീച്ചർ ഓർ എ കോമൺ എന്താ പറയുക നേച്ചർ. അങ്ങനെയല്ലേ നമ്മൾ റെക്കോർഡിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യം പറഞ്ഞത് അല്ലേ? ഓർ ഇനി വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ ഡേറ്റ ഓഫ് റിക്കർസീവ് ടൈപ്സിനെ നമുക്ക് ഡയറക്റ്റഡ് ഗ്രാഫ്സ് ആയിട്ട് വ്യൂ ചെയ്യാം, ഡയറക്റ്റഡ് ഗ്രാഫ്സ് ആയിട്ട്. സോ എന്താ ഇതിനകത്ത് നിങ്ങളിപ്പോൾ അടുത്ത ഒരു ഇത് ടോപ്പിക്കാണിത്, കോമ്പോസിറ്റ് ടൈപ്പിൽ തന്നെ നെക്സ്റ്റ് വൺ ആണ് പോയിൻറ്റേഴ്സ് ആൻഡ് റിക്കർസീവ് ടൈപ്പ്. ഫസ്റ്റ് വി ആർ ഡീലിംഗ് വിത്ത് റിക്കർസീവ് ടൈപ്സ്. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്, എന്താണ് റിക്കർസീവ് ടൈപ്പ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് ഞാൻ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, മനസ്സിൽ വിചാരിക്കുക. സോ ആ ഒരു നോഡ് വേറൊരു നോഡിലോട്ട് തന്നെ പോയിന്റ് ചെയ്യണം. അതുപോലെ അതാണ് ആ ഡെഫിനേഷനിൽ പറഞ്ഞേക്കണം. നോക്കി, ഇറ്റ് ഇസ് ദ വൺ ഹൂസ് ഒബ്ജക്ട്സ് മേ കണ്ടെയ്ൻ 1 or more references to other objects of the same type. ഓക്കെ, പിന്നെ എല്ലാ റിക്കർസീവ് ടൈംസിനും ജനറലൈസ് ചെയ്ത് നമുക്ക് റെക്കോർഡായിട്ട് പറയാം, ബിക്കോസ് ദേ ആർ ഹെട്രോജീനസ് ബട്ട് റിലേറ്റഡ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ എ സിംഗിൾ സ്ട്രക്ചർ. ദെൻ ഓൾസോ ഡേറ്റ ഓഫ് റിക്കർസീവ് ടൈപ്സ് ക്യാൻ ബി വ്യൂഡ് ആസ് ഡയറക്റ്റഡ് ഗ്രാഫ്സ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ആക്ച്വലി നമ്മൾ റിക്കർസീവ് ടൈപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏത് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. യു നോ അബൌട്ട് ഇറ്റ്. എന്താ റെഫറൻസ് മോഡൽ, എന്താ വാല്യൂ മോഡൽ എന്നുള്ളത് ഇപ്പോൾ ഞാൻ 1-2 മോഡ്യൂളായിട്ട് കണ്ടിന്യൂസ് നിങ്ങളോട് പറയുന്നുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, റെഫറൻസ് മോഡലിലാണെങ്കിൽ നിങ്ങൾക്കറിയാം എല്ലാ വേരിയബിളും എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റെഫറൻസ്. ഓക്കെ, എക്സാമ്പിളാണ് ജാവ, പൈത്തൺ. ജാവയിൽ 2 ഉണ്ട്, പൈത്തൺ ആണ് പ്യുവർലി റെഫറൻസ് മോഡലാണ്. ദെൻ വാല്യൂ മോഡലിന് എക്സാമ്പിൾ എന്താണ്? എല്ലാത്തിനും കറസ്പോണ്ടിങ് വാല്യൂ ആണ് അല്ലേ? ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ റെഫറൻസ് അല്ല, നമ്മളെ സംബന്ധിച്ച് അതൊരു വാല്യൂ ആണ്. ഓക്കെ, എക്സാമ്പിളാണ് C++, ADA 95. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു റിക്കർസീവ് ഡേറ്റ ടൈപ്പ് ഒരു റെഫറൻസ് മോഡൽ ഫോളോ ചെയ്യുന്ന ലാംഗ്വേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ബിക്കോസ് എവറിത്തിങ് ഈസ് എ റെഫറൻസ് ദേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റിക്കർസീവ് ഡേറ്റ ടൈപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഒരെണ്ണം വേറൊന്നിനെ റിഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു കേസിൽ ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ പറ്റും. പക്ഷേ വാല്യൂ മോഡലിൻ്റെ കേസിൽ വി നീഡ് ടു ഡിപ്പെൻഡ് ഓൺ പോയിൻറ്റേഴ്സ്, ബിക്കോസ് വാല്യൂ മോഡലിലെല്ലാം വാല്യൂസ് ആണ്. അപ്പോൾ ഒരു വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടുപിടിക്കുക, അത് നമുക്ക് കേട്ടിട്ടുള്ള മാർഗ്ഗമാണ് എന്ത്? വാട്ട്? പോയിൻറ്റേഴ്സ്. സോ പോയിൻറ്റർ ബേസ് ചെയ്താണ് ഈ റിക്കർസീവ് ഡേറ്റ ടൈപ്പ് എവിടെ ഇംപ്ലിമെൻറ്റഡ് ആവുള്ളൂ? വാല്യൂ മോഡൽ ലാംഗ്വേജിൽ. ഓക്കെ, ദെൻ റിക്കർസീവ് ഡേറ്റ ടൈപ്പിനെ പറ്റി പറയുവാണെങ്കിൽ എന്തൊക്കെയാണ് ബേസിക് ഓപ്പറേഷൻസ് ആൻഡ് സിൻടാക്സ്, അതാണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരില്ല. ബേസിക്കലി 3 കാര്യങ്ങളാണ്: അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ, ഡീറെഫറൻസിങ് ഓഫ് പോയിൻറ്റേഴ്സ്, ദെൻ അസൈൻമെൻറ്റ് ഓഫ് വൺ പോയിൻറ്റർ ടു അനദർ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് കാണാൻ പോകുന്നത്. ദീസ് ഓപ്പറേഷൻസ് പിന്നെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ 3 കാര്യങ്ങളുമാണ് റിക്കർസീവ് ഡേറ്റ ടൈപ്സ് ആൻഡ് പോയിൻറ്റർ റിലേറ്റഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഓപ്പറേഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെദർ ദ ലാംഗ്വേജ് ഈസ് ഫങ്ഷണൽ ഓർ ഇംപറേറ്റീവ് ഓർ
what we say, whether the language depends on the reference or value model. Functional language ആണെങ്കിൽ പ്യുവർലി റെഫറൻസ് മോഡൽ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇമ്പറേറ്റീവ് ആണെങ്കിൽ ദേ ക്യാൻ ഫോളോ ബോത്ത്. അതിന് എക്സാമ്പിളാണ്, ബെസ്റ്റ് എക്സാമ്പിളാണ് ജാവ. ജാവ കണ്ടപ്പോൾ നമ്മൾ ബോക്സിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മൊഡ്യൂളിൽ കണ്ടതാണ്. ഓക്കെ, ഇനി ഇമ്പറേറ്റീവ് ലാംഗ്വേജ് എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞേക്കണം, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാതെ ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക. ഒരു പ്യുവർലി ഫങ്ഷണൽ ലാംഗ്വേജ് മീൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റെഫറൻസ് മോഡൽ. ഓക്കെ, ഇനിയിപ്പോൾ വാല്യൂ മോഡലാണെങ്കിൽ നമുക്കറിയാം വി മസ്റ്റ് ഡിപ്പെൻഡ് ഓൺ പോയിൻറ്റേഴ്സ്, അല്ലാണ്ട് ഈ പറയുന്ന ഒരു റിക്കേഴ്സീവ് ഡേറ്റ ടൈപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് നോട്ട് പോസിബിൾ. സോ എക്സാമ്പിൾ നോക്കി വെക്കണം കേട്ടോ. സിയിലും പാസ്കലിനും ഇടയിലും വാല്യൂ മോഡലാണ്. ആൻഡ് ക്ലൂവിലും സ്മോൾ ടോക്ക് പൈത്തൺ അവിടെയൊക്കെ പ്യുവർലി റെഫറൻസ് മോഡലാണ്. ദെൻ ജാവയിലാണെങ്കിൽ രണ്ടുമുണ്ട്. എവിടെയാണ് യൂസർ ഡിഫൈൻഡ് ടൈപ്സിലാണെങ്കിൽ റെഫറൻസ് മോഡലും, ബിൽറ്റ് ഇൻ ടൈപ്സിലാണെങ്കിൽ വാല്യൂ മോഡലും. ഇനി നമ്മൾ കേസ് സ്റ്റഡി, അതായത് റെഫറൻസ് മോഡൽ, അതായത് റിക്കേഴ്സീവ് ഡേറ്റ ടൈപ്പ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഈ കേസിൽ ML എന്ന് പറഞ്ഞ മെറ്റാ ലാംഗ്വേജ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ML ഇറ്റ് ഈസ് പ്യുവർലി ഫങ്ഷണൽ ലാംഗ്വേജ്. സോ ഏത് മോഡലായിരിക്കും ഫോളോ ചെയ്യുന്ന? റെഫറൻസ് മോഡൽ. സോ റെഫറൻസ് മോഡൽ ഫോളോ ചെയ്യുന്ന ലാംഗ്വേജിൽ എങ്ങനെയാണ് ഈ റിക്കേഴ്സീവ് ഡേറ്റ ടൈപ്പിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ? ഓക്കെ, ആക്ച്വലി MLൻ്റെ കേസിൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എ ലിസ്റ്റ്. ആൻഡ് ML ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂഷ്വലി കണ്ടെയ്ൻ എ ചെയിൻ ഓഫ് ബ്ലോക്സ്. കുറേ ബ്ലോക്സ് ഉണ്ടാവും. അതായത് ML ലിസ്റ്റിനകത്ത് കുറേ ചെയിൻ ഓഫ് ബ്ലോക്സ് ഉണ്ടാവും. ഈച്ച് ഓഫ് വിച്ച് കണ്ടെയ്ൻസ് എന്തായിരിക്കും? ഓരോ എലമെൻറ്റിലും എന്തൊക്കെ കാണും? കറസ്പോണ്ടിങ് വാല്യൂ ആൻഡ് ദ പോയിൻ്റർ ടു ദ നെക്സ്റ്റ് ബ്ലോക്ക്. ഓക്കെ, ML ഡേറ്റ ടൈപ്പ് മെക്കാനിസം എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? റിക്കേഴ്സീവ് ടൈപ്സ്. ആക്ച്വലി ലിസ്റ്റിൻ്റെ ഫോമിലായിരിക്കും ഈ റിക്കേഴ്സീവ് ഡേറ്റ ടൈപ്പ് ML ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് പർപ്പസ് വി ആർ യൂസിങ് ഡേറ്റ ടൈപ്പ് മെക്കാനിസം. ഇനി അത് വെച്ച് താഴെ ഒരു ലിസ്റ്റാണ് എഴുതി വെച്ചേക്കുന്നത്. ഒരു സിമ്പിൾ ലിസ്റ്റാണ് ആ ഡിനോട്ട് ചെയ്തേക്കുന്നത്, സിൻടാക്സിൽ പറഞ്ഞേക്കുന്നത്. സോ വാട്ട് ഇസ് ദ നെയിം? CHR3. അതിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കിക്കേ, ഇറ്റ് ക്യാൻ ബി ഐദർ empty ഓർ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നോഡ് കാണാം. ആ നോഡിന് പോസിബിളി ഒരു 2 ട്രീസ്, ദാറ്റ് മീൻസ് എ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓർ ബോത്ത്. അതായത് CHR3 is either an empty leaf or a node consisting of a character or two childs. ഓക്കെ, ഓർ ഇത് അതിൻ്റെ സിൻടാക്സ്. ഓർ എൽസ് നമുക്ക് ഇങ്ങനെ എഴുതാം. ML തന്നെ ഇങ്ങനെ ഈ ഹാഷ് സിമ്പിൾ ഇട്ടിട്ട് നോക്കിക്കേ, ഹാഷ് സിമ്പിൾ ഇട്ടു R മീൻസ് ദാറ്റ് റൂട്ട് നോഡ് ആയിരിക്കും. ഈ ഫങ്ഷണൽ ലാംഗ്വേജിലെ എല്ലാ കാര്യങ്ങളും ബ്രാക്കറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളു. കണ്ടോ, ഈ R എന്ന് പറഞ്ഞ റൂട്ട് നോഡ് റെഡ്, ആ കളർ മാറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്. റെഡിൽ തുടങ്ങി, ദെൻ അതിൻ്റെ അകത്ത് ഒരു നോഡുണ്ട്. ഓക്കെ, ആ നോഡ് ഏതാണ്? X ഈസ് empty. അപ്പം R ഈസ് എ റൂട്ട് നോഡ്, അതിനൊരു ചൈൽഡുണ്ട് ഓർ X. ദെൻ പിന്നെ ഒരു വേറെ ചൈൽഡുണ്ട്, ദാറ്റ് ഈസ് വൈക്ക് വേറെ ഒരു ബ്രാക്കറ്റ് വെച്ച് നമ്മൾ തുടങ്ങി കേട്ടോ, നോഡ്. ദെൻ ആ വൈനെ സംബന്ധിച്ച് വേറെ ഒരു സബ് ട്രീയും കൂടി ഉണ്ട്. അതിനകത്ത് ഇസഡ്, പിന്നെ ഇസഡിന് വേറെ ചൈൽഡ് ആരുമില്ല. ഇസഡ് ക്ലോസ് ചെയ്യാം. ദെൻ വൈൻ്റെ ഉള്ളിൽ തന്നെ അവൻ്റെ, അതായത് ഈ നോഡ് വൈൻ്റെ ഉള്ളിൽ തന്നെ അവൻ്റെ അടുത്ത ചൈൽഡാണ് ആ ഗ്രീനിൽ എഴുതിയേക്കുന്ന W. ഓക്കെ, #W. ദെൻ അതും empty ആണ്. ആ ചൈൽഡിന് പിന്നെ ലെഫ്റ്റ് റൈറ്റും ഇല്ല. സോ ആ ബ്ലൂ നമ്മൾ, അതായത് നോഡ് വൈ നമ്മൾ അവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇസഡിൻ്റെയും Wൻ്റെ കാര്യം പറഞ്ഞാൽ ബ്ലൂ ക്ലോസ് ചെയ്തു. ഇതിനെല്ലാം എൻറ്റയർട്ടിയിൽ, അതായത് R ക്ലോസ് ചെയ്യാൻ ഇതെല്ലാം കഴിഞ്ഞു. ആക്ച്വലി ഇങ്ങനെ ഇരിക്കും ഈ പറയുന്ന ലിസ്റ്റിനെ ട്രീ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, R Xും Yയും അതല്ലേ എഴുതി വെച്ചേക്കുന്നത്? X Y. ദെൻ വൈക്ക് 2 ചൈൽഡ് ഇസഡും W. ദെൻ അവർക്ക് ഇസഡും Wനും ചൈൽഡ് ആരുമില്ല. ഓക്കെ, ദർ ആർ ലീഫ് നോട്ട്സ്. ഇസഡ് W ആൻഡ് X അല്ലേ ആർ ലീഫ് നോട്ട്സ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ആക്ച്വലി ഇതെന്താ ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇസ് എ റിക്കേഴ്സീവ് ഡേറ്റ ടൈപ്പ്. കണ്ടോ, ML പോലെയുള്ളൊരു പ്യുവർലി ഫങ്ഷണൽ ഓർ റെഫറൻസ് മോഡൽ ഫോളോ ചെയ്യുന്ന ലാംഗ്വേജിൽ എങ്ങനെയാണ് ഈ റിക്കേഴ്സീവ് ഡേറ്റ ടൈപ്പിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ? കണ്ടോ, സോ അതാണ് പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ സോ ഈ സിൻടാക്സ് വിത്ത് ആൻ എക്സാമ്പിൾ യു മസ്റ്റ് സ്റ്റഡി, അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. ദെൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പറഞ്ഞേക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽ റെക്റ്റാങ്കിളും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഇറ്റ് ഈസ് എ ബ്ലോക്ക് ഓഫ് സ്റ്റോറേജ് ഫ്രം ദ ഹീപ്പ് അല്ലേ. ഒരു ട്രീ ഹിയർ ഈസ് എ ടപ്പിൾ ഓർ റെക്കോർഡ് ടാഗ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇസ്, അതായത് ഓരോന്നും ഇതിനകത്ത് ഓരോ നോഡും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വാട്ട് വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ഹെട്രോജീനസ് റെക്കോർഡ് അല്ലേ. ഈ കുറേ നോഡുകളുള്ളൊരു റെക്കോർഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് വേറൊരു സെൻസ് തന്നെ പറയാം അല്ലേ. സോ ഓരോ ട്രീയിലും ഒരു എന്താ പറയുക, കറസ്പോണ്ടിങ് ഡേറ്റ കാണും, പിന്നെ അഡ്രസ്സ് കാണും, പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രീ ആ ടപ്പിൾസ് ദാറ്റ് ആർ ടാഗ്ഡ് ആസ് empty.
ഓക്കെ, ഒരു എം ടി ടപ്പിളിലോട്ടാണ് ഇതെല്ലാം കൂടെ ഫൈനലൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ML എന്ത് റിക്കർസീവ് ഡാറ്റ ടൈപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ലിസ്പിൽ എന്ന് പറയുമ്പോൾ ലിസ്റ്റായിട്ടല്ല, ഇറ്റ് ഈസ് എ ചെയിൻ ഓഫ് കോൺ സെൽസ് വിച്ച് കണ്ടെയ്ൻസ് 2 പോയിൻറ്റേഴ്സ്. അതായത് അപ്പോൾ ലിസ്പിലെ മെയിൻ കമ്പോണൻറ്റ് ലിസ്പ് എന്ന് പറയുന്ന അടുത്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതും റെഫറൻസ് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. സോ വി ആർ നോട്ട് ഡിപ്പെൻഡിങ് ഓൺ എനി പോയിൻറ്റേഴ്സ്. സോ ലിസ്പിലെ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇവിടെ എങ്ങനെയായിരുന്നു, ചെയിൻ ഓഫ് ബ്ലോക്സ് ആണ്. ഇവിടെ എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് എ ചെയിൻ ഓഫ് കോൺ സെൽസ് ഈച്ച് ഓഫ് വിച്ച് കണ്ടെയ്ൻ, ഓരോ കോൺ സെല്ലിൽ എന്തൊക്കെ കാണും, 2 പോയിൻറ്റേഴ്സ് ഉണ്ടാവും, 1 ടു ദ എലമെൻറ്റ് ആൻഡ് 1 ടു ദ നെക്സ്റ്റ് കോൺ സെൽ, ആൻഡ് ഓൾസോ ആറ്റംസ്. അപ്പോൾ സോ ആറ്റംസ് ആൻഡ് കോൺ സെൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ റിക്കർസീവ് ഡാറ്റ ടൈപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ABCD എന്ന് എഴുതി വെച്ചേക്കുന്നത്, അതായത് പാരന്തസിസിനുള്ളിൽ A, പിന്നെ സ്പേസ് B, പിന്നെ സ്പേസ് C, പിന്നെ D. ഓക്കെ, ലിസ്പിലെ ഒരു ലിസ്റ്റാണിത്. അതിനകത്ത് Aയും Bയും Cയും Dയും ഇൻഡിവിജ്വലി പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ആറ്റം. ഓക്കെ, സോ നെസ്റ്റഡ് ലിസ്റ്റ് ഇങ്ങനെ എഴുതാം. ഇതിനകത്ത് ഫസ്റ്റ് ആറ്റം എന്താണ്, A, ദെൻ സെക്കൻഡ് ഈസ് B, തേർഡ് ഈസ് D. ഓക്കെ, ഇതാണ് ആറ്റം. ഓക്കെ, ദെൻ കണ്ടോ ഇതുപോലെ ഇരിക്കും അതിൻ്റെ ഒരു സിൻടാക്സ്. ഇതാ നമ്മളിവിടെ എഴുതിയില്ലേ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലിസ്പിൽ ഇങ്ങനെയാണ് സിൻടാക്സ് വരുന്നത്. ആ ഒരു ട്രീ തന്നെയാട്ടോ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തേക്കുന്നത്. കേട്ടോ, ഡ്രോ ചെയ്ത് എങ്ങനെ കോൺസെൽസ് C, ഇവിടെ C എന്ന് ഡിനോട്ട് ചെയ്തേക്കണം എല്ലാം കോൺസെൽസ്, A എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന എല്ലാം ആറ്റം. സോ ഇതാണ് ഡിഫറൻസ്. സോ ഇറ്റ് ഇസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ട്രീ ഇൻ ലിസ്പ്. സോ കമ്പാരിറ്റീവ് സ്റ്റഡി ചോദിക്കാം. പാസ്കലിൽ ഇതുപോലെയാണ്, ബിക്കോസ് പാസ്കൽ എന്ത് വേണം, പാസ്കലിൽ നമ്മൾ പോയിൻ്റർ ഡിപ്പെൻഡ് ചെയ്താണ് എഴുതുന്നത്. നോക്കിക്കേ, സോ ഇങ്ങനെയാണ് പാസ്കലിൽ ആ ഒരു അപ്പാരോ കൊടുത്തേക്കണുണ്ടോ CHR ട്രീ, അതൊരു പോയിൻ്ററാണ്, ഓർ ഇറ്റ് ഈസ് റെഫറിങ് ടു എ മെമ്മറി ലൊക്കേഷൻ എന്ന് കാണിക്കാനാണ് അപ്പാരോ. ഓക്കെ, ദെൻ ഓൾസോ CHR ട്രീ ഈസ് എ റെക്കോർഡ്, ഇറ്റ് മേ കണ്ടെയ്ൻ റൈറ്റ് ഓർ ലെഫ്റ്റ് വിച്ച് ഈസ് അനദർ CHR ട്രീ അല്ലേ, ഓർ അനദർ പോയിൻ്റർ, or it will be pointing to that reference, that particular reference. Also there is a value which is of type char. ഇപ്പോൾ പാസ്കലിൽ ഇങ്ങനെയാണ്, അടയിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞേക്കണം തന്നെ ഈ ഒരു ട്രീയുടെ എക്സാമ്പിളാണ്. ഓക്കെ, ഇത് തന്നെയാണ് എല്ലായിടത്തും പറയുന്നത്. സോ പോയിൻ്റർ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതല്ലാണ്ട് നമ്മൾ റെഫറൻസ് മോഡലാണെങ്കിൽ ഇത് വാല്യൂ മോഡലിന് എക്സാമ്പിൾ. റെഫറൻസ് മോഡലിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, ലിസ്പാണെങ്കിൽ നിങ്ങൾക്കറിയാം ലിസ്റ്റായിട്ട് തന്നെയാണ്, പക്ഷേ ലിസ്റ്റിൽ കോൺസെൽസും ആറ്റംസും കാണും. മറ്റേ ML ആണെങ്കിൽ അതിനകത്ത് ചെയിൻ ഓഫ് ബ്ലോക്സ്. ഓക്കെ, സിയിലാണെങ്കിൽ എങ്ങനെയാണ്, സ്ട്രക്ചറായിട്ട് അല്ലേ, സ്ട്രക്ചർ മാത്രം മതിയോ, അതിൻ്റെ ഉള്ളിൽ പോയിൻറ്റേഴ്സ്. ഓക്കെ, ദെൻ വാല്യൂ മോഡലിൽ നമുക്ക് എങ്ങനെയാണ് മീൻസ് ഹീപ്പ് നോട്ട്സ് ഇൻ വി ആർ അലോക്കേറ്റ് ഹീപ്പ് നോട്ട് ഓർ വി ആർ ഹൗ ടു ക്രിയേറ്റ് എ പോയിൻ്റർ, അതാണ് പറയുന്നത്. സോ പാസ്കലിനാണെങ്കിൽ ന്യൂ ഉപയോഗിക്കാം, അടയാണെങ്കിലും ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട് തന്നെയാണ്, സിയിലാണെങ്കിൽ മാലോക് ഫങ്ഷൻ. ദെൻ കണ്ടോ പോയിൻറ്റേഴ്സ് വെച്ച് ട്രീ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇങ്ങനെയിരിക്കും. ഓക്കെ, ഡയഗണൽ സ്ലാഷ്, ആ ഒരു ബോക്സിലുള്ള ഡയഗണൽ സ്ലാഷ് നൾ പോയിൻ്ററിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ബിക്കോസ് എക്സ് കഴിഞ്ഞാൽ നമ്മൾ അത് ബാക്ക് സ്ലാഷ് ഉപയോഗിക്കണം, ബിക്കോസ് ബാക്ക് സ്ലാഷ് അല്ല ഡയഗണൽ സ്ലാഷ് ഉപയോഗിക്കണം, അതായത് എക്സിന് ചൈൽഡ് ആരും ഇല്ലയെന്ന് കാണിക്കാൻ. വൈക്ക് പക്ഷേ ഉണ്ട്, അതുകൊണ്ട് ആരോ പോയേക്കണുണ്ടോ. ദെൻ ഇസഡ് ആൻഡ് WZനും Wനും ചൈൽഡ് ആരുമില്ല, അവിടെയും നമ്മൾ ഡയഗണൽ സ്ലാഷ് കൊടുക്കണം. ഓക്കെ, ദെൻ കുറച്ചുകൂടെ ബെറ്റർമെൻറ്റ് നമ്മൾ ന്യൂ വെച്ച് തന്നെ ചെയ്യുന്നതാണ്. ന്യൂ എന്ന് പറയുന്നത് MLOക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് സേഫ് അല്ല. ഓക്കെ, സോ ബെറ്റർ ടു യൂസ് ന്യൂ വിൽ ഓട്ടോമാറ്റിക്കലി കോൾ എനി യൂസർ സ്പെസിഫൈഡ് കൺസ്ട്രക്ടർ ഓർ ഇനീഷ്യലൈസേഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ന്യൂന് കുറേ അഡ്വാൻറ്റേജ്, പാസിംഗ് ദ സ്പെസിഫൈഡ് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ന്യൂന് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യാൻ പറ്റും, എവിടെയെങ്കിലും കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ അതുമായിട്ട് ഡീൽ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് ന്യൂ ഉപയോഗിച്ച് പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, ദെൻ ഹൗ പോയിൻ്റർ റെഫറൻസിങ്. ഇപ്പം നമ്മൾ സിൻടാക്സ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് കണ്ടുവന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കറിയാം അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടു ഇപ്പം 2-3 ലാംഗ്വേജിൽ ഉണ്ടോ. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവാണ്, ഡീറെഫറൻസിങ് ഓഫ് പോയിൻറ്റേഴ്സ്. പോയിൻ്റർ എങ്ങനെ ഡീറെഫറൻസ് ചെയ്ത് കറസ്പോണ്ടിങ് വാല്യൂ എടുക്കാം, അത് നമ്മൾ പാസ്കലിൻ്റെ മോഡലാണെങ്കിൽ അപ്പാരോ കേട്ടോ, മൈ പോയിൻ്റർ ദെൻ അപ്പാരോ ഡോട്ട് വാല്യൂ. ദെൻ സിയിലാണെങ്കിൽ പ്രിഫിക്സ് സ്റ്റാർ കൊടുക്കും. ദെൻ സിയിൽ ഓൾസോ വി ക്യാൻ യൂസ് ദിസ് റൈറ്റ് ആരോ, പക്ഷേ പ്രിഫിക്സ് സ്റ്റാർ കൊടുത്ത് ചെയ്യണമായിരിക്കും നിങ്ങൾ കോമൺലി കണ്ടേക്കണേ. ഓക്കെ, ഇനി പോയിൻറ്റേഴ്സ് ആൻഡ് അറേസിൻ്റെ കറസ്പോണ്ടൻസ്,
അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഇനി അടുത്തത് കാണുന്നത്. അപ്പോൾ ഈ എഴുതി വെച്ചേക്കുന്ന 3 ലൈൻ നോക്കുക. ഫസ്റ്റ് വൺ n is a variable, it is declared as int. Then second is a pointer to an integer, right? Pointer to an integer, അതാണ് സ്റ്റാർ a. Then b of 10, array of 10 integers. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ if we are simply saying a is equal to b, a is equal to b എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദാറ്റ് ഈസ് വി ആർ മേക്കിംഗ് സ്റ്റാർ അവിടെ ഇട്ടിട്ടില്ല, പക്ഷേ അതിൻ്റെ ഡീഫോൾട്ട് അർത്ഥം ഇതാണ്, വി ആർ മേക്കിംഗ് എ പോയിൻറ്റ് ടു ഓർ വി ആർ പോയിൻറ്റിങ് ടു ദ ഇനീഷ്യൽ എലമെൻറ്റ് ഓഫ് ബി. പിന്നെ താഴെ എഴുതിയേക്കുന്ന 2 സിൻറ്റാക്സ്, അതായത് n ഈസ് ഈക്വൽ ടു a of 3 എന്ന് എഴുതുന്ന പോലെ തന്നെയാണ് n ഈസ് ഈക്വൽ ടു സ്റ്റാർ a + 3 എന്ന് എഴുതുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ അടുത്ത് ഈ ഒരു പോർഷൻ വന്നാൽ ഇങ്ങനെ കമ്പാരിസൺ ചോദിക്കാം. ഐദർ ഈ സിൻറ്റാക്സ് തന്നിട്ട് എന്താണ് ഇത് ഈക്വലൻ്റ് ആണോ, ഓറൽസ് ഇതെങ്ങനെയാണ് ഈക്വലൻ്റ് ആവുന്നത്. ഓക്കെ, n ഈസ് ഈക്വൽ ടു b of 3 എന്ന് എഴുതുന്നതും n ഈസ് ഈക്വൽ ടു സ്റ്റാർ ഓഫ് b + 3 എന്ന് എഴുതുന്നതും എന്താണ്, സെയിം ആണ്. അതെ, ആ അറയിലെ തേർഡ് എലമെൻറ്റ് 0 1 2 3 തേർഡ് പൊസിഷനിലുള്ള എലമെൻറ്റിലോട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, then unsubscripted array name in C is automatically convert to a pointer to the array's first element, that is the line 1. Okay, unsubscripted array name b എന്ന് പറയുന്ന എന്താ അറേ എന്ന് നമുക്കറിയാം, ബിക്കോസ് മുകളിൽ b of 10 ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ a is equal to b വെറുതെ നമ്മൾ സബ്സ്ക്രിപ്റ്റഡ് ആയിട്ടൊരു അറേ നെയിം കൊടുത്തേക്കുവാണ് അല്ലേ. അതിന് നമ്മളൊരു അസൈൻമെൻറ്റിൽ കൊടുത്തപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്, ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ടു എ പോയിൻറ്റർ. ആ പോയിൻറ്റർ എങ്ങോട്ട് പോയിൻറ്റ് ചെയ്യുന്നു, ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദാറ്റ് അറേ. ഓക്കെ, ദെൻ സെക്കൻഡ് കേസിൽ പ്രിഫിക്സ് സ്റ്റാർ വെച്ച് നമ്മൾ പോയിൻ്റർ ഡിഫറൻസിങ് നടത്തിയേക്കണു അല്ലേ. ഈ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിൻ്റർ അരിത്തമാറ്റിക് ആട്ടോ, ഇറ്റ് ഈസ് ഓൺലി വാലിഡ് ഓൺലി വിതിൻ ദ ബൗണ്ട്സ് ഓഫ് എ സിംഗിൾ അറേ. ഓക്കെ, സി കമ്പൈലേഴ്സ് വേണ്ട ഇങ്ങനെ ഒരു ചെക്കിങ് നടത്താൻ, ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ കുറച്ച് കറസ്പോണ്ടൻസ് ഉണ്ട്, പോയിൻറ്റേഴ്സ് ആൻഡ് അറേസ് ഇൻ സി, എസ്പെഷ്യലി ഇൻ സി ഒക്കെ, അത് ഓർക്കുക. ദെൻ കണ്ടോ, ഇങ്ങനെ ചോദിച്ചാൽ if a3 is equivalent to 3 of a എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ based on the pointer arithmetic it is same, അതാണ് എൻ്റെ ആൻസർ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇനി പോയിൻറ്റർ കമ്പാരിസൺ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഇഫ് p less than c എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടെസ്റ്റ് ടു see if p refers to an element closer to the beginning of array than the one referred to by q. Okay, then p minus q എങ്ങനെ പിയും ക്യൂവും എത്ര എലമെൻറ്റിന് വ്യത്യാസമുള്ളതാണ്, അതായത് റിട്ടേൺസ് നമ്പർ ഓഫ് അറേ പൊസിഷൻ ദാറ്റ് സെപ്പറേറ്റ് ദ എലമെൻറ്റ് ടു വിച്ച് പി ആൻഡ് ക്യൂ റെഫർ. ഓക്കെ, ഈ കമ്പാരിസൺ പോസിബിൾ എപ്പോഴേ ആവത്തുള്ളൂ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ 2 പോയിൻറ്റേഴ്സും എലമെൻറ്റ്സ്, അതായത് സെയിം അറേയുടെ അതായത് ഒറ്റയ്ക്കൊരു സെയിം അറേയിലോട്ട് റെഫർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ കമ്പാരിസൺ, അതായത് പിയും ക്യൂവും 2 പോയിൻറ്റേഴ്സാണ്, അതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള 2 കമ്പാരിസൺ ആണ്. ഓക്കെ, പോയിൻറ്റർ കമ്പാരിസൺ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് വി ആർ ഡീലിംഗ് വിത്ത്. സോ പി ആൻഡ് ക്യൂ, ഓക്കെ, വി ക്യാൻ കമ്പയർ ആൻഡ് സബ്ട്രാക്ട് ഓൺലി ഇഫ് ഈ പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന പോയിൻറ്റേഴ്സ് സെയിം അറേ എലമെൻറ്റ്സിലോട്ടാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് ഈ കമ്പാരിസൺ പോസിബിൾ ആവുകയുള്ളൂ. ഓക്കെ, ദെൻ അറേ ഡിക്ലറേഷനും പോയിൻറ്റർ ഡിക്ലറേഷൻ എഗെയിൻ ദർ ഇസ് എ കമ്പാരിസൺ. സോ ആദ്യം എഴുതി വെച്ച ഇൻറ്റ് സ്റ്റാർ എ ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, n റോ പോയിൻറ്റേഴ്സ്. പക്ഷെ താഴെ എഴുതി വെച്ചേക്കുന്നത് എന്താണ്, ഇൻറ്റ് എ ഓഫ് n അല്ലേ. ഒരു വെറുതെ ഇൻറ്റ് എ ഓഫ് n കൊടുത്താൽ അതെന്തായിരിക്കും, ഇറ്റ് ഈസ് ഡിക്ലറിങ് എൻ അറേ. ആദ്യത്തെ കേസിൽ n റോ പോയിൻറ്റേഴ്സ്, ഇൻറ്റ് വെറുതെ എ ഓഫ് n കൊടുത്തു കഴിഞ്ഞാൽ അറേ ഡിക്ലറേഷൻ അല്ലേ. ഇത് രണ്ടാമത് എഴുതിയേക്കുന്നത് എന്തായിരിക്കും, മൾട്ടി ഡയമെൻഷണൽ അറേ മൾട്ടി ഡയമെൻഷണൽ ആണ്, 2 ഡയമെൻഷണൽ ഇൻ എ സെൻസ് nm. ദെൻ ഇനി പാരാമീറ്റേഴ്സ് ആയിട്ട് എങ്ങനെ അറേ പാസ് ചെയ്യാം ഓർ പോയിൻറ്റർ എങ്ങനെ പാസ് ചെയ്യും കണ്ടോ. ഫോർ എ 1 dimensional array the corresponding formal parameter will be like int a വെറുതെ മീൻസ് വേക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓർ ഇൻറ്റ് സ്റ്റാർ എന്ന് കൊടുക്കുക. 2 dimensional ആണെങ്കിൽ ഇങ്ങനെ 2 സ്റ്റാർ വെച്ച് കൊടുക്കുക. ഇനി മൾട്ടി ഡയമെൻഷണൽ അറേക്ക് ഇങ്ങനെ. സോ വി ആർ പാസിങ് പോയിൻറ്റേഴ്സ് ആസ് പാരാമീറ്റേഴ്സ് കണ്ടോ, പോയിൻറ്റർ ടു ആൻ അറേ ആസ് പാരാമീറ്റേഴ്സ്. സോ അതും കണ്ടു. ഇനി എങ്ങനെയാണ് സൈസ് ഓഫ് അറേ, സൈസ് ഓഫ് എന്ന് പറയുന്ന ആ കീവേഡ് ഉപയോഗിച്ച് അല്ലേ. ഇപ്പോൾ ഈ കേസിൽ എന്തായിരിക്കും വ്യത്യാസം വരുന്നത്, സൈസ് ഓഫ് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്, ഇറ്റ് റിട്ടേൺസ് ദ സൈസ് ഓഫ് പോയിൻറ്റർ ഇറ്റ് സെൽഫ്. പോയിൻറ്ററുടെ സൈസും ഇത് സൈസ് ഓഫ് വെച്ചാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ കണ്ട ഓപ്പറേഷൻസ് ആണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അലോക്കേഷൻ ഡി അലോക്കേഷൻ കഴിഞ്ഞു, ഡി റെഫറൻസിങ് കഴിഞ്ഞു, പിന്നെ നമ്മൾ പയ്യെ പോയിൻറ്റർ ഓപ്പറേഷൻസിലോട്ട് ഇറങ്ങി. സോ അതിന് പിന്നെ എങ്ങനെയാണ്
പാരാമീറ്ററായിട്ട് പാസ് ചെയ്യണേ. ആ പോയിൻറ്റ്സ് കണ്ടോ. ദെൻ ഇനി ലാസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് വരുന്നത് ഡാംഗ്ലിംഗ് റെഫറൻസിൻ്റെ കാര്യമാണ്. ഇപ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഈ റിക്കേഴ്സീവ് ഡേറ്റ ടൈപ്സിലൊക്കെ സ്ട്രിങ്ങിൻ്റെ കേസിലൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു, അടുത്ത ഒബ്ജക്റ്റിലോട്ട് അസൈൻ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ പ്രോസസ്സിങ് കുറേ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് റെഫറൻസിങ്, അതായത് ഉപയോഗിക്കാത്ത ഒബ്ജക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റീക്ലെയിം ചെയ്യണം ഫോർ എഫിഷ്യൻറ്റ് മെമ്മറി യൂട്ടിലൈസേഷൻ. ഓക്കെ, സോ അതായത് ഹീപ്പ് ഒബ്ജക്ട്സ് എപ്പോഴും റീക്ലെയിം ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, മെമ്മറി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞ് ഫോൺ മെമ്മറിയിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഒന്നും ഓടില്ല. സോ അതുപോലെ തന്നെയാണ് ഈ ഹീപ്പിൻ്റെ കാര്യം. സോ ചുമ്മാ എടുത്ത് ഉള്ള ഒബ്ജക്ട്സിനെ കളയാനും പറ്റില്ല, ആവശ്യമില്ലാത്ത ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ ആവശ്യമില്ലാത്ത ഒബ്ജക്ട്സ് ഐദർ നമുക്ക് മാനുവലി അതിനെ ഡിഅലോക്കേറ്റ് ചെയ്യാം ഓർ റീക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാം. ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് ചെയ്യുന്നത്, ഗാർബേജ് കളക്ടർ വെച്ച് ഓർ കളക്ഷൻ വെച്ച് ഇനി ഇപ്പോൾ പറയാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഫോളോയിങ് ദീസ് എക്സ്പ്ലിസിറ്റ് റീക്ലമേഷൻ, നമുക്ക് ഈ ഡിസ്പോസ് എന്ന് പറഞ്ഞ ആ ഒരു കീവേഡ് ആണെങ്കിൽ അത് ഉപയോഗിച്ച് പാസ്കലിൽ നമുക്ക് ഈ എക്സ്പ്ലിസിറ്റ് റീക്ലമേഷൻ നടത്താം. ഫ്രീ വെച്ച് സിയിൽ, ഡിലീറ്റ് വെച്ച് C++. അപ്പോൾ ഇതിനകത്ത് വരാവുന്നൊരു പ്രശ്നം, ഇങ്ങനെ റീക്ലമേഷൻ വരുമ്പോൾ വരാവുന്നൊരു പ്രശ്നം, ഈ ഡാംഗ്ലിംഗ് റെഫറൻസ് ഉണ്ടാവും. ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലൈവ് പോയിൻറ്റർ ദാറ്റ് നോ ലോങ്ങർ പോയിൻറ്റ്സ് ടു എ വാലിഡ് ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു റെഫറൻസ് വരുന്നു, പക്ഷേ ആ റെഫർ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഇല്ല, അത് റീക്ലെയിംഡ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാം. സോ അതാണ് ഡാംഗ്ലിംഗ് റെഫറൻസിലോട്ട് ചെന്നെത്തുന്നത്. ഓൾറെഡി നമ്മളിത് കണ്ടതാണ്, ഈ മൊഡ്യൂളിൽ അത് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഡാംഗ്ലിംഗ് റെഫറൻസും ഗാർബേജ് കളക്ഷനും അത്യാവശ്യം, എസ്പെഷ്യലി ഡാംഗ്ലിംഗ് റെഫറൻസ് നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദിസ് എക്സ്പ്ലിസിറ്റ് റീക്ലമേഷൻ. ദെൻ എക്സ്പ്ലിസിറ്റ് റീക്ലമേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം, പാസ്കലിൽ എങ്ങനെയാണ്, സിയിൽ എങ്ങനെയാണ്, C++ൽ എങ്ങനെയാണ്, ജാവയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം എക്സ്പ്ലിസിറ്റ് അല്ല ഇംപ്ലിസിറ്റ് ആണ്, ഓറൽസ് ഓട്ടോമാറ്റിക് ആണ്, എങ്ങനെയായിരിക്കും ഗാർബേജ് കളക്ടർ വെച്ച്. പക്ഷേ ഈ കേസിലൊക്കെ വരാവുന്ന ഒരു ഇഷ്യൂ ആണ് ഡാംഗ്ലിംഗ് റെഫറൻസ്. എങ്ങനെയാണ് ഡാംഗ്ലിംഗ് റെഫറൻസ് ഉണ്ടാവുക, അതിന് എക്സാമ്പിളാണ് ഇതേ കിടക്കുന്നത് ഉണ്ടോ. ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ആൽഗോൾ 68ൻ്റെ ഒരു എക്സാമ്പിളാട്ടോ, സോറി C++ൻ്റെ C ഔട്ട് കണ്ടോ, C++ൻ്റെ. സോ ഈ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആദ്യത്തെ C ഔട്ട് വന്നപ്പം സ്റ്റാറുണ്ട്, അപ്പോൾ ആ P ഈസ് എ പോയിൻ്റർ. അതെന്ത് വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നത്, I. കാരണം നിങ്ങൾക്കറിയാം ഇൻ്റെ I ഈസ് ഈക്വൽ ടു 3, ദെൻ ആ ഐയുടെ അഡ്രസ്സ് Pയിലോട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ P പ്രിൻറ്റ് ചെയ്യുന്നു. പക്ഷേ വീണ്ടും പിന്നെ നമ്മളെ ഫൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു, പിന്നെ P പ്രിൻറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, അൺഡിഫൈൻഡ് ബിഹേവിയർ ആൻഡ് N ഈസ് നോ ലോങ്ങർ ലൈവ് എന്ന് പറഞ്ഞ കമൻറ്റാണ് കിട്ടുന്നത്, ഓർ എററാണ് കിട്ടുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൂ കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ Pയിലോട്ട് ഏത് അഡ്രസ്സാണ് പോവുക, &N, ദാറ്റ് ഈസ് Pയുടെ വാല്യൂ 5i. അത് കഴിഞ്ഞ് നിങ്ങൾ കൺസിഡർ ചെയ്യുക ഫൂ എന്ന് പറയുന്ന ഒരു സബ് റൂട്ടീനായിരുന്നു, അത് അതിൻ്റെ എക്സിക്യൂഷൻ തീർക്കുക എന്ന് പറഞ്ഞാൽ അത് സ്റ്റാക്കിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ റീക്ലെയിം ചെയ്തു. ഇനി അതിൻ്റെ ഒരു ട്രേസും എങ്ങുമില്ല, മെമ്മറിയിൽ എങ്ങുമില്ല. അപ്പോൾ ഫൈനലി നമ്മൾ വീണ്ടും C ഔട്ട് *P എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, ഓൾറെഡി ഇല്ല, എക്സിസ്റ്റിംഗ് ആവാത്ത ഒരു അഡ്രസ്സിലോട്ട് ഈ P എന്ത് ചെയ്യുന്നു, റെഫർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദർ ഇസ് എ ഡാംഗ്ലിംഗ് റെഫറൻസ്. P പിന്നെ ഒരു ഡാംഗ്ലിംഗ് റെഫറൻസ് ആയി, അവിടെ ഒന്നും പ്രിൻറ്റ് ചെയ്യാനില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി റീഅലോക്കേറ്റഡ് ഓർ റീക്ലെയിംഡ്. സോ നമ്മുടെ ഡാംഗ്ലിംഗ് റെഫറൻസിന് നല്ലൊരു എക്സാമ്പിളാണ് ഇത്. പിന്നെ വരാവുന്നൊരു സിറ്റുവേഷൻ ഇത് കണ്ടോ, ഇതിനകത്ത് എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് P എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, C++ൽ. അത് കഴിഞ്ഞ് വീണ്ടും Pൻ്റെ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ, ഒന്നുമില്ലല്ലോ. അതും ഈ ഡാംഗ്ലിംഗ് റെഫറൻസ്, അതായത് ഡാംഗ്ലിംഗ് റെഫറൻസ് വന്ന രണ്ട് സിറ്റുവേഷനാണ്. ഇതാണ് ഡാംഗ്ലിംഗ് റെഫറൻസ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗാർബേജ് കളക്ഷനെ പറ്റിയാണ്. ഓക്കെ, നമുക്ക് അറിയാം എക്സ്പ്ലിസിറ്റായിട്ട് റീക്ലെയിം ചെയ്യുമ്പോഴും എന്താണ്, ചില കേസ് നമ്മൾ വിട്ടുപോകും, ചില ഒബ്ജക്ട്സ് ഇതുപോലെ എന്താ പറയുക റീക്ലെയിം ചെയ്യാണ്ട് വിട്ടുപോകും. ഓക്കെ, അപ്പോൾ വരാവുന്ന ഒരു പ്രശ്നമാണ് മെമ്മറി ലീക്സ്. അതായത് ഇങ്ങനെ നമ്മൾ യാതൊരു യൂസും ഇല്ലാണ്ട് കുറേ ഒബ്ജക്ട്സ് അവിടെ ഇവിടെ മെമ്മറിയിൽ കിടക്കുന്നു, അതായത് മെമ്മറിയിൽ കുറേ സ്പേസ് വേസ്റ്റ് ആകും. അതിനെയാണ് നമ്മൾ മെമ്മറി ലീക്ക് എന്ന് പറയുക, മെമ്മറി ലീക്ക്. പിന്നെ വരാവുന്ന ഒരു പ്രശ്നമാണ്, അതായത് നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് ഈ റീക്ലമേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ വരാവുന്ന രണ്ട് പ്രശ്നങ്ങളാണ് മെമ്മറി ലീക്കും ഡാംഗ്ലിംഗ് റെഫറൻസും. സോ അതിനെ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ മൂവിങ് ഓൺ ടു ഗാർബേജ് കളക്ഷൻ. ഇനി അതെന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അപ്പോൾ താങ്ക് യു.